രാജേട്ടാ, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ്. അതിനിടയിൽ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ കൂടുതൽ അടുക്കുന്നു. അവർ നമ്മളോട് കൂടുതൽ ആയുധങ്ങളും ബോംബുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ കൊണ്ടുപോയി പൊട്ടിക്കാനുള്ള പരിപാടിയാണോ? ശത്രുവിൻ്റെ ശത്രു നമ്മുടെ മിത്രമാണ്. പിന്നെ രാജ്യാന്തര നയതന്ത്ര ബന്ധങ്ങൾ നോക്കുമ്പോൾ ആർക്കും സ്ഥിരം മിത്രമോ സ്ഥിരം ശത്രുവോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്ന പാഠം. പാകിസ്ഥാൻ നമ്മെ സ്ഥിരം ആക്രമിക്കുന്നു, നമ്മുടെ ഒരു സ്വസ്ഥത തകർക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ അഫ്ഗാനെ ആക്രമിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അഫ്ഗാനുമായി നേരത്തെ തന്നെ നമുക്ക് ഉഭയകക്ഷി ബന്ധങ്ങൾ ഉള്ളതാണ്. അഫ്ഗാന്റെ പുനർനിർമ്മാണ പ്രവർത്തനത്തിൽ അവിടുത്തെ റോഡ് നിർമ്മാണമൊക്കെ ഇന്ത്യയാണ് ചെയ്തു കൊടുക്കുന്നത്. ഇന്ത്യയുടെ ധാരാളം വർക്ക് അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ വന്ന താൽക്കാലികമായ ഭരണമായിരുന്നു. താലിബാൻ ഭരണകൂടം വന്നതിന് ശേഷം അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം വീണ്ടും അഫ്ഗാനിലെ ഭരണകൂടവുമായി ഒരു നയതന്ത്ര ചർച്ച ഇന്നലെ ആരംഭിക്കണം എന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ശുഭോദാർക്കമായ കാര്യമായി ഞാൻ കാണുന്നു. ഒന്ന്, ചൈനയുടെ ഈ രംഗത്തെ ഇടപെടൽ പാകിസ്ഥാനെ സഹായിക്കുന്ന നിലപാട് ഒരു വെല്ലുവിളി ആണ്. അതിനെ പ്രതിരോധിക്കാൻ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാൻ്റെ നിലപാടുകൾ ഒരുപക്ഷെ ഇന്ത്യക്ക് സഹായകരമായിരിക്കും. രണ്ട്, പാക് അധീന കാശ്മീർ. പാക് അധീന കാശ്മീർ വളരെ ഇന്ത്യയുടെ സ്വപ്നമാണ്. നരേന്ദ്രമോദി എന്തായാലും ഒരു അപകടത്തിൽ പോയി ചാടും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് പാക് അധിനിവേശ കാശ്മീരിനെ തിരിച്ചുപിടിക്കാൻ അതിന് കറയറ്റ ഇസ്ലാമിക ഭീകരവാദികളാൽ നയിക്കപ്പെടുന്ന ഗവൺമെന്റിനെ തന്നെ കൂട്ടുപിടിച്ചാൽ അതിലൂടെ പാകിസ്ഥാന്റെ പ്രഭാവത്തെ കുറയ്ക്കാനും ഒരു ചടുലമായ തന്ത്രം എന്നൊക്കെ പറയും. ഒരു ചടുല തന്ത്രത്തിലൂടെ ആ നിലപാടുകൾ നമുക്കൊരു പക്ഷേ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഗുണം അതിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൂന്ന്, എത്ര കാലം നമുക്കൊരു അയൽ രാജ്യത്തെ അവിടുത്തെ ഭരണകർത്താവ് ആരാണെങ്കിലും ശത്രുസ്ഥാനത്ത് നിർത്താൻ പറ്റില്ല. അഫ്ഗാൻ പോലെയുള്ള ഒരു രാജ്യത്ത് നമുക്ക് എത്ര കാലത്തേക്ക് നിൽക്കാൻ പറ്റും? നമ്മുടെ പഴയ ഗാന്ധാര ദേശം ആണ് അഫ്ഗാൻ. അപ്പൊ അഫ്ഗാനിൽ വന്ന ഭരണമാറ്റത്തെ തുടർന്നാണ് ഇന്ത്യ ഇങ്ങനെ നിലപാടെടുത്ത് മാറുന്നത്. പക്ഷെ ആ നിലപാട് തുടർന്നുകൊണ്ട് പോകുന്നതിൽ അർത്ഥമില്ല. കാരണം ആ അഫ്ഗാന്റെ ഭരണകൂടത്തെ പല രാജ്യങ്ങൾ അംഗീകരിച്ചു, നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചു. സ്വാഭാവികമായിട്ടും ഒരു അയൽ രാജ്യം എന്ന രീതിയിൽ ഇന്ത്യ അഫ്ഗാനുമായി അടുക്കുന്നത് നല്ലത് തന്നെയാണ്. നമ്മുടെ സ്ഥിരം വൈരികളായ ചൈനയുടെയും പാകിസ്ഥാന്റെയും എതിർപ്പുകളെ കുറയ്ക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന കാശ്മീരിന്റെ ഭാഗത്തെ തിരിച്ചുപിടിക്കുവാനും ഒരുപക്ഷെ ഈ ഒരു ധാരണ നമുക്ക് സഹായകരമായി തീർന്നേക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചുകൊണ്ടുള്ള അഫ്ഗാനിൽ നടന്നിരുന്ന തുടർ പ്രവർത്തനങ്ങൾ അതപ്പോൾ മന്ദീഭവിച്ച് നിൽക്കുകയാണ്. അപ്പൊ അവിടെ ഒരു തുടർ പ്രവർത്തനം നടത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു. ആ തുടർ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം കൂടി ആവാം ഈ ഇപ്പോഴത്തെ നയതന്ത്ര ചർച്ചകളായിട്ട് നമുക്ക് കാണേണ്ടത്. മാത്രമല്ല, അവരിപ്പം പാകിസ്ഥാനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. പക്ഷെ അവരുടെ കയ്യിൽ നമ്മുടെ അത്ര അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അത്ര ആയുധങ്ങളോ മറ്റ് യുദ്ധ സാമഗ്രികളോ ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആവശ്യമാണ് ആദ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിച്ച് വേണ്ടാന്ന് വെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പടക്കപ്പലുകൾ, ബോംബുകൾ, ഇതൊക്കെ നിങ്ങൾ ആദ്യം തരൂ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യമായിട്ടായിരിക്കും ഒരു രാജ്യം ഇങ്ങോട്ടേ വന്നിട്ട് ഈ രീതിയിലുള്ള ഒരു ആവശ്യം ഇത്തരത്തിൽ ഉന്നയിക്കുന്നത് അല്ലേ? അല്ല, ദക്ഷിണേഷ്യയിൽ ഇന്ത്യയുടെ നിലപാടുകളാണ് ഈ ദക്ഷിണേഷ്യ സമാധാനത്തിന്റെ പാതയിൽ പോകുന്നതിനുള്ള കാരണം. അപ്പോൾ അവിടെ ഏകപക്ഷീയമായിട്ട് അഫ്ഗാനെയോ ഇന്ത്യയോ ആക്രമിക്കുന്ന പാകിസ്ഥാന്റെ നിലപാട് സാധൂകരിക്കാൻ കഴിയില്ല. അപ്പോൾ ആ പാകിസ്ഥാന്റെ ആക്രമണോത്സുകത കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ അതുകൊണ്ടാവാം പാകിസ്ഥാന് എതിരായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നത് കൊണ്ട് രണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിലടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഒന്നിൻ്റെ ശക്തി കുറയുന്നത് നമുക്ക് നല്ലത് തന്നെയാണ്. ഇപ്പം പാകിസ്ഥാന്റെ ആ ആക്രമണ വീര്യത്തെ കുറയ്ക്കാൻ ഇന്ത്യയോട് ആയുധം ചോദിച്ചാൽ കൊടുക്കുന്നത് നന്നായിരിക്കും. പക്ഷെ അവിടെ ഒരു ശ്രദ്ധ വേണ്ടത് താലിബാനുകളാണ്, വിവരദോഷികളായ താലിബാനിസ്റ്റുകളാണ് ഭരിക്കുന്നത്. അണുവായുധവും പടക്കപ്പലൊന്നും കൊടുക്കാൻ
ഇന്ത്യ എന്തായാലും തയ്യാറാവില്ല. എന്നാലും അവരെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇന്ത്യ ഇപ്പൊ സഹായിച്ചാൽ സ്വാഭാവികമായും അതിന്റെ ഒരു മാത്രമല്ല ഗുണം ഇന്ത്യക്ക് കിട്ടും. അതെ, നരേന്ദ്രമോദി ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്ന പ്രചരണം നേരെ തിരിഞ്ഞു വരികയാണ്. അതിലൊരു മാറ്റവും കൂടെ കാണുന്നുണ്ട് അല്ലേ? അല്ല, നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധനാണ് എന്ന് അവര് ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് കക്ഷികളും ഇസ്ലാമിക ഭീകരവാദികളും നേരത്തെ തന്നെ ഒരു ഇരവാദം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ വാസ്തവം അതല്ല. ഇവിടുത്തെ സാധാരണക്കാരായ മുസ്ലിംസിന് അറിയാം. അതുകൊണ്ടാണ് മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ BJP തൂത്തുവാരി. യു പിയിൽ അങ്ങനെയാണ്. മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ BJP ആണ് ജയിച്ചത്. UP-യിലും അതാണ് കാഴ്ച. ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ മുസ്ലിങ്ങൾ, ഇന്ത്യയെ സ്നേഹിക്കുന്ന സാധാരണ മുസ്ലിങ്ങൾ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ തൃപ്തരാണ് എന്നും അവർ നരേന്ദ്രമോദിയെ അംഗീകരിക്കുന്നു എന്നതിന് തെളിവാണ് ഈ പറയുന്ന തെളിവുകളൊക്കെ. പക്ഷെ അന്താരാഷ്ട്ര രംഗത്ത് ഒരു മുസ്ലിം വിരുദ്ധനെന്ന പ്രതിച്ഛായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അത് മാറ്റിയെടുക്കാൻ ഒരുപക്ഷെ ഈ നേപ്പാളും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം, ഉഭയകക്ഷി ചർച്ചകൾ ഇപ്പോൾ പുനരാരംഭിക്കുമ്പോൾ ആ ഒരു നിഴലിൽ നിർത്തിയിരുന്ന മുസ്ലിം വിരുദ്ധനെന്ന കരുതലിൽ നിർത്തിയിരുന്ന ഈ അഫ്ഗാനിസ്ഥാൻ ശക്തമായി തിരിച്ചടിച്ചാൽ പാകിസ്ഥാൻ അത് പ്രതിരോധിക്കാനുള്ള ശക്തി അവർക്കിടയിലുണ്ടോ? അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ അങ്ങനെ ഒരു അടിക്ക് മുതിരുമോ എന്ന് എനിക്കറിയില്ല. അവർക്ക് അതിനുള്ള സമ്പത്ത്, അതിനുള്ള ആയുധങ്ങളില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഇന്ത്യയോട് അവർ ഒരു നമ്മൾ ആയുധം കൊടുത്ത് ഇന്ത്യ ആയുധം സഹായിക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരുപക്ഷെ പാകിസ്ഥാൻ ഒരേ സമയം അഫ്ഗാനിസ്ഥാൻ ആക്രമിക്കുകയും മറുഭാഗത്തോട് ഇന്ത്യ ആ നഷ്ടപ്പെട്ടു പോയ അധിനിവേശ കാശ്മീരിനെ തിരിച്ചുപിടിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്താൽ പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പാകിസ്ഥാനെ സഹായിക്കാൻ വരുന്ന ചൈന മാത്രമായിരിക്കും. പക്ഷെ ചൈനയുടെ ഇടപെടലുകൾ എത്ര കണ്ട് വിജയിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും പാക് അധീന കാശ്മീർ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ലക്ഷ്യം, ഇന്ത്യ ഗവൺമെന്റിന്റെ ലക്ഷ്യം പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, പാക് അധിനിവേശ കാശ്മീർ തന്നെയാണ് എന്ന് വ്യക്തമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ എന്ത് വില കൊടുത്തും ആ മണ്ണ് തിരിച്ചു പിടിക്കും. അത് അവിടുത്തെ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. പാകിസ്ഥാനിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യൻ ഭാഗത്തോട്, ഭൂപ്രദേശത്തോട് ചേരണം, ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ജനാഭിലാഷമാണ്. ഏത് ഭരണകൂടങ്ങൾ എത്ര കാലം ഇങ്ങനെ തടഞ്ഞു വെച്ചിരുന്നാലും ജനാഭിലാഷങ്ങൾ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അതാണ് ബെർലിൻ നമുക്ക് തരുന്ന പാഠം. കിഴക്കൻ ബെർലിനും പശ്ചിമ ബെർലിനും തമ്മിലുള്ള കെട്ടിയിരുന്ന ബെർലിൻ മതിൽ ജനങ്ങളാണ് പൊളിച്ചു കളഞ്ഞത്. എന്നിട്ട് ബെർലിൻ ഒന്നായി. അതുപോലെ ഈ ഒരു അധിനിവേശ കാശ്മീര് പിടിച്ചു വെച്ചിരിക്കുന്ന പാകിസ്ഥാന്റെ നിലപാട് ഒരുപക്ഷെ ജനങ്ങൾ തന്നെ അത് തല്ലിപ്പൊളിക്കാം, അത് പൊളിച്ചറിയാം. ആ മതിൽക്കെട്ടുകളും അതിർത്തികളും പൊട്ടിച്ചുകൊണ്ട് ജനങ്ങൾ വളരെ ആവേശത്തോടുകൂടി ഇന്ത്യയെ, ഭാരതത്തെ വാരിപ്പുണരുന്ന അവസ്ഥ സംജാതമാകാം. ഭാവിയിൽ നമ്മുടെ അഖണ്ഡ ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരുപക്ഷെ ഇപ്പോ അഫ്ഗാനിസ്ഥാനുമായി നടക്കുന്ന ഈ ചർച്ചകൾ ഉപകരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശത്രുവിനെ മിത്രമാക്കി, അതെ, ശത്രുവിനെ തീർക്കുക, ശത്രുവിനെ മിത്രമാക്കിക്കൊണ്ട് ശത്രുവിനെ ഒതുക്കുക എന്നുള്ള നിലപാട് അത് ഒരു രാഷ്ട്രതന്ത്രജ്ഞതയുടെയും കൂടെ ഭാഗമാണ്. എന്തായാലും പാകിസ്ഥാൻ അനിവാര്യമായ ഒരു പതനത്തിലേക്ക് പോകുന്നു. പാകിസ്ഥാൻ ആണ് ബംഗ്ലാദേശിൽ നടന്ന ഇപ്പോഴത്തെ എല്ലാ കളികൾക്കും പുറകിലുള്ളത്. പാകിസ്ഥാനും അമേരിക്കയും ചേർന്ന ഒരു കൂട്ടുകെട്ടാണെന്ന് വിശ്വസിക്കുന്നു. സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ഒരു മറുപടി കൊടുക്കാൻ അനിവാര്യമാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ഈ അഫ്ഗാനിസ്ഥാന്റെ ഇന്ത്യയുമായിട്ടുള്ള കൂട്ടുകെട്ട്, അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള അകൽച്ചയുടെ ദൂരം കുറഞ്ഞു വരുന്നത് അത് പാകിസ്ഥാൻ ദോഷം തന്നെയാണ്. നാളെ പാകിസ്ഥാൻ അതിന്റെ കനത്ത വില നൽകേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാത്തിരുന്ന് കാണാം.